ശ്രീ PS പ്രശാന്ത്, അദ്ദേഹത്തെ ഒന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലോ. എൻ്റെ പിതാവിന്റെ ഏറ്റവും അടുത്ത ശിഷ്യനായിരുന്നു. എൻ്റെ കൂടി ഞങ്ങൾ ഒരുമിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വന്നവരാ. ശ്രീ PS പ്രശാന്ത്, അദ്ദേഹത്തെ ഒന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലോ. എൻ്റെ പിതാവിന്റെ ഏറ്റവും അടുത്ത ശിഷ്യനായിരുന്നു. എൻ്റെ കൂടി ഞങ്ങൾ ഒരുമിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വന്നവരാ. അദ്ദേഹം ഒരിക്കൽ കോൺഗ്രസ് വിട്ടുപോകുന്നു ഞാൻ വിചാരിച്ച ആളല്ല. കാരണം അപ്പയാണ് വളരെ നിർബന്ധപൂർവം അദ്ദേഹത്തിന് സീറ്റ് മേടിച്ചു കൊടുത്തത്, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി മേടിച്ചു കൊടുത്തത്. ഈ പാർട്ടിയാണ് അദ്ദേഹത്തെ യുവജനക്ഷേമ ബോർഡിന്റെ വൈസ് ചെയർമാൻ ആക്കിയത്. പക്ഷെ ഒരു സുപ്രഭാതം കൊണ്ട് അദ്ദേഹം ഇടതുപക്ഷത്തേക്ക് പോയ ന്യായം ഞങ്ങൾക്കാർക്കും ദഹിച്ചിട്ടില്ല. അദ്ദേഹമാണ് ഏറ്റവും അവസാനം CPM വെച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാനുള്ള ശ്രമം, ഈ പോറ്റിയെ വീണ്ടും കൊണ്ടുവരാനുള്ള ശ്രമം നടന്നിട്ടില്ലേ? അങ്ങനെയായിരിക്കും ചിലപ്പോൾ കോൺഗ്രസുമായിട്ടുള്ള ബന്ധം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അതിൽ അദ്ദേഹത്തെ വെച്ചത് CPM ആണ്. അതായത് മുൻ കോൺഗ്രസ്സുകാരനായിരുന്നു, ശരിയാ, വെച്ചത് CPM ആണ്. അതിനു മുമ്പ് ഇപ്പൊ ജയിലിൽ കിടക്കുന്ന 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, ശ്രീ പത്മകുമാർ, ശ്രീ വാസു, അവർ രണ്ടുപേരും CPM വെച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ്. ആരൊക്കെ ഇന്ന് അറസ്റ്റിൽ കിടക്കുന്നു അവരെല്ലാം CPM-ന്റെ ഏജന്റായി അവിടെ നിന്നിട്ടുള്ള ആൾക്കാരാണ്. എന്നിട്ടും കുറ്റം കോൺഗ്രസിന്. അപ്പൊ അടുത്ത ഇലക്ഷൻ ജയിക്കുവാനുള്ള തന്ത്രം എന്താണ്? അതെല്ലാം കോൺഗ്രസിന്റെ മേൽ പഴിചാരുവാനുള്ള ശ്രമം. പക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ആരാണ് ഇത് നേതൃത്വം കൊടുത്തത്. അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിക്കുവാൻ നേതൃത്വം കൊടുത്ത ആരാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കേരളം ഒന്നടങ്കം ആ പാട്ട് ഏറ്റുപാടിയത്, ഇന്നും പാടിക്കൊണ്ടിരിക്കുന്നത്. അത് കോൺഗ്രസിന്റെ എത്ര തലയിൽ കെട്ടിവെച്ചാലും കേരളത്തിലെ ജനങ്ങൾക്കറിയാം CPM-ന് നേതൃത്വത്തിലുള്ള ഭരണസമിതികളാണ് ഈ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇതിൽ എങ്ങനെ അടുത്ത ഇലക്ഷൻ എങ്ങനെയും ജയിക്കണമല്ലോ. ഇപ്പൊ രാഷ്ട്രീയമായി പല കാര്യങ്ങളും നമ്മൾ എതിർക്കും. പക്ഷെ രാഷ്ട്രീയത്തിന്റെ വ്യക്തി വൈരാഗ്യം തീർക്കുന്നത് ഇടതുപക്ഷത്തിന്റെ പ്രത്യേക ശൈലിയാണ്. അത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇല്ലേ? സോളാർ, ഞാനത് പറയേണ്ട കാര്യം പത്തനാപുരത്ത് ഒന്ന് പറയണോ പറയണോ വേണ്ട? 2 ഒപ്പീനിയൻ നിങ്ങളുടെ. പത്തനാപുരക്കാർക്ക് ഒരു തെറ്റ് പറ്റിയ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഒരു ചെറിയ വ്യത്യാസത്തിനാണ് നമ്മുടെ നേതാവ് തോറ്റത്. പക്ഷെ അദ്ദേഹം ഇവിടുന്ന് വിട്ടുമാറിയിട്ടില്ല. പത്തനാപുരത്തൊരു MLA-യുടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന 24 മണിക്കൂർ പത്തനാപുരത്ത്. കഴിഞ്ഞ ഞാൻ ആലോചിക്കും ഇതെങ്ങനെ അത്രയ്ക്ക് ഈ നാടിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന യഥാർത്ഥ കോൺഗ്രസ്സുകാരൻ എല്ലാ ഇലക്ഷനും അവിടെ വന്ന് പ്രവർത്തിക്കും. ഞങ്ങൾ പുതുപ്പള്ളിയിലും ഉണ്ടായിരുന്നു. ചാർജ് ഫുൾ ഏറ്റെടുത്ത് അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചിട്ട് മാത്രമേ അവിടുന്ന് പിന്നെ ജ്യോതികുമാർ പോകത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഉണ്ട്. ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർക്കും ഒക്കെ ഉത്തരവാദിത്വം ഉണ്ട്. 2-3 മാസം കൂടെ കഴിയുമ്പോൾ ഞാൻ ഒന്നും പറയുന്നില്ല. ഞാനിപ്പോ പറഞ്ഞാൽ കൂടുതൽ വിവാദവും.